ഹായ് ഹലോ, എല്ലാവർക്കും 2025 സ്വാഗതം. നല്ലൊരു വർഷമായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന നല്ലൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് മടി പിടിച്ചിരുന്ന ഒരു ദിവസം, എന്നാൽ ഇന്ന് ഫുഡ് കഴിക്കാൻ പുറത്തു പോയാലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പുറത്തു പോയൊരു ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൈപ്പാട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ഇവിടെ ഇങ്ങനെ ചെമ്മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കി, എന്നിട്ട് നേരെ പോയത് MRA കേട്ടോ. MRA പോയിട്ട് MRA നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ അവിടെ കാണാനും നല്ല ഭംഗിയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ മലയാളികളുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു 3/4 ആൾക്കാരുടെയും ശീലമാണെന്ന് തോന്നുന്നു എത്തിയത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവുക. അതുപോലെ തന്നെ ഞാനും നന്നായിട്ടൊരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടുത്തെ മെനു കാർഡൊക്കെ നോക്കി നന്നായിട്ട് ഓർഡർ ചെയ്ത്, അപ്പോൾ പിന്നെ അവിടെയുള്ള കുഞ്ഞു ജനലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ, നമ്മളെ ഏതും കിട്ടിയാലെല്ലാം ഇപ്പോൾ വീഡിയോയിൽ പകർത്തല്ലേ എല്ലാവരും. അപ്പോൾ അതുപോലെ അങ്ങനെ അതൊക്കെ ഒന്ന് ക്യാമറയിൽ കോപ്പി ചെയ്തിട്ട് വേഗം ഒന്ന് മെനു ഒക്കെ നോക്കി. അപ്പോൾ അവിടെ നല്ല ഗ്രീൻ ചില്ലി ചിക്കൻ ഉണ്ട് കേട്ടോ. മുമ്പേ കഴിച്ചായിരുന്നു, അപ്പം നല്ലതായിട്ട് തോന്നി. അപ്പം അങ്ങനെ മട്ടൻ ബിരിയാണി വേണം ഒരാൾക്ക് എന്ന് പറഞ്ഞ് മട്ടൻ ബിരിയാണി മേടിച്ചു. പിന്നെ ഗ്രീൻ ചില്ലി ചിക്കനും പിന്നെ അപ്പവും നല്ല കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു. കൊഞ്ച് റോസ്റ്റ് അല്ല കേട്ടോ, ഞണ്ട് റോസ്റ്റാണ്. വലിയ ഞണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അന്നത്തെ സ്പെഷ്യലും ആയിരുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ എന്നാൽ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞണ്ട് റോസ്റ്റും അപ്പവും മട്ടൻ ബിരിയാണിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാൻ നിൽക്കുവാണ്. അപ്പം ഞണ്ട് വലുതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അസല് വലുത് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മട്ടൻ ബിരിയാണി ആണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി എന്തുവാണ് അസാധ്യം എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അയ്യോ ചുമ്മാ കഴിച്ചെന്ന് തോന്നിയില്ല. കൊള്ളായിരുന്നു, മസാലയൊക്കെ ഉണ്ടായിരുന്നു, ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയത് ഞണ്ട് റോസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഗ്രീൻ ചില്ലി ചിക്കൻ നേരത്തെ അവിടെ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ അത്രത്തോളം വന്നില്ല. എനിക്ക് തോന്നുന്നു കുക്ക് വല്ലതും മാറിക്കാണും എന്തോ, ആ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ഇന്നത്തേന്. ഇതിപ്പം നമ്മൾ പാലക് ചിക്കനൊക്കെ വയ്ക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഓർഡർ ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അത് ഇത്തിരിയേ കഴിച്ചുള്ളൂ, ബാക്കി ഞാൻ പാർസൽ മേടിക്കുക ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഏകദേശം ഒന്ന് ഫില്ലായപ്പോഴത്തേനും പിന്നെ ഒന്ന് ലൈം ടീ കഴിക്കണമെന്ന് തോന്നി. മിൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ലൈം ടീ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ 2 അപ്പം കഴിച്ചു കേട്ടോ. ഒന്ന് ഗ്രീൻ ചില്ലി ചിക്കനും കൂട്ടിയിട്ടും കഴിച്ചു, ഒന്ന് ഞണ്ട് കൂട്ടിയിട്ടും കഴിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ കഴിച്ചതിൻ്റെ ശേഷം നമുക്ക് പാത്രം കാണണമല്ലോ. ഞണ്ടിനെ കൊണ്ടൊരു കലാവിരുത് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല കട്ടൻ ചായ കഴിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് മധുരം അധികം ആർക്കും ഇഷ്ടമല്ലെങ്കിലും നന്നായിട്ട് ഫുഡ് കഴിച്ച ദിവസം എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ അവിടെ കുനാഫ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ഉണ്ടായിരുന്നു, കുറേ ഫ്ലേവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ചീസ് ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. അതും ചെറുതേ പറഞ്ഞുള്ളൂ, മധുരം അത്രയാണ്ട് ആർക്കും വേണ്ട. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യത്തില്ലേ, അതൊക്കെ ഇച്ചിരി മാത്രം മതിയാവും. ആർക്കും അങ്ങനെ ഒത്തിരി മധുരം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഇത്തരം റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ, നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ സമയം അങ്ങനെ ഇരിക്കും. നമ്മൾ മാത്രമല്ലല്ലോ, ഒത്തിരി പേര് വരുന്ന ഇടമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് കുണാഫ് അപ്പോഴേക്കും വന്നു. പിന്നെ പറയണമല്ലോ, ഫുഡ് ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടുത്ത കാശിനൊക്കെ നല്ല ക്വാണ്ടിറ്റിയൊക്കെ ആയിരുന്നു. കഴിക്കാൻ പറ്റിയില്ലെന്നുള്ളതേ ഉള്ളൂ, അത്രയും കൂടുതലുണ്ടായിരുന്നു അത്. പിന്നെ നല്ല ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ വന്ന് അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുണാഫയും കൂടി വന്നു, അത് കഴിച്ചു. അതും കഴിച്ചിട്ട് പിന്നെ ബില്ല് ചെയ്തു, നേരെ വീട്ടിലോട്ടാണ്. പുറത്തൊക്കെ ഇറങ്ങി വീണ്ടും ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ടാണേ. അപ്പോൾ മടി പിടിച്ച ഒരു ദിവസം ഇത്രയും നന്നായിട്ട് ആഹാരമൊക്കെ കിട്ടിയെങ്കിൽ എന്നും ഇതുപോലെ മടി പിടിച്ചിരുന്നാൽ എന്താണെന്നാണ് ഒരു ചിന്ത വരുന്നത്. അപ്പോൾ
എല്ലാവരും എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ, എൻ്റെ ചാനൽ. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ? പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തല്ലേ? വല്ലപ്പോഴൊക്കെ എല്ലാവർക്കും ഒന്ന് പുറത്തുനിന്ന് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനൽ പുതിയ ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഓക്കെ ബൈ.